കച്ചൂരിക്കിഴങ്ങ് അല്ലെങ്കിൽ കച്ചോലം എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു മെഡിസിനൽ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഈ കാണുന്നത്. കുർക്കുമ സെദോരിയ എന്ന സയന്റിഫിക് നെയിമിൽ അറിയപ്പെടുന്നത് സിന്തഗി ബെറേസിയ ഫാമിലിയിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതിന് ലോക്കലി വിളിക്കുന്നത് സെദോരി വൈറ്റ് ടർമറിക് എന്നൊക്കെയാണ്. പിന്നെ കച്ചൂർ എന്ന് ഹിന്ദിയിലും ഷതി എന്ന് സംസ്കൃതത്തിലും തെമു പുതിഹ് എന്ന് ഇന്തോനേഷ്യനിലും ഈ സൂ എന്ന് ചൈനീസിലൊക്കെ വിളിക്കുന്നത് ഈ സെയിം പ്ലാന്റ് തന്നെയാണ്. ഈ പ്ലാന്റിന്റെ നേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്കയാണ്. ഇന്ത്യയിൽ തന്നെ ഈസ്റ്റേൺ ഹിമാലയാസും കർണാടകയൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വളരുന്നത് പറയുന്നത്. പക്ഷേ ഇത് എടുത്തേക്കുന്നത് കേരളത്തിലെ കാടുകളിൽ നിന്നാണ്. പിന്നെ ഇത് ചൈനയിലും ജപ്പാനിലും ബ്രസീലിലും നേപ്പാളിലും തായ്ലാൻഡിലൊക്കെ ഇഷ്ടംമാതിരി കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സസ്യം കൂടിയാണ്. കാരണം ഇത് മെഡിസിനൽ പ്ലാന്റ് ആണ്. അത് കൂടാതെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സിൽ ഇത് നന്നായിട്ട് വളരും. ഇതിന്റെ റൈസോംസ് അല്ലെങ്കിൽ മൂലകാണ്ഡം, ഭൂകാണ്ഡം എന്ന് മലയാളത്തിൽ വിളിക്കുന്ന ഇതിന്റെ റൂട്ട് സ്റ്റാൾക്ക് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിലാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളത്. അപ്പോൾ അതിന്റെ കോമ്പോസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെസ്ക്യൂറ്റർപിൻസ് ഉണ്ടാവും, എസെൻഷ്യൽ ഓയിൽസ്, കുർക്കുമിൻസ്, സ്റ്റാർച്ച്, ടാനിൻസ് എന്നിവയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കോമ്പൗണ്ട്സ് ആണ് ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഡൈജസ്റ്റീവ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് എഫക്ട്സ് ഉള്ളത് കാരണം തന്നെ ഇത് ആയുർവേദ, ചൈനീസ് മെഡിസിൻസിൽ, ട്രഡീഷണൽ മെഡിസിൻസിൽ ഒരുപാട് യൂസ് ചെയ്ത് പോരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ബ്ലോട്ടിങ് കുറച്ച് ഡൈജഷൻ എയ്ഡ് ചെയ്യും, അതുപോലെ തന്നെ ഡീടോക്സിഫൈ ചെയ്ത് ലിവർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. പിന്നെ ആർത്രൈറ്റിസിനൊക്കെ നല്ലതാണ് കാരണം ഇത് ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യും, പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ ഇൻഫെക്ഷൻസ് ഒക്കെ ഫൈറ്റ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഇത് ചുമയ്ക്കും ജലദോഷത്തിനൊക്കെ നല്ലതാണ്. ഇത് റെസ്പിറേറ്ററി ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഉപയോഗിക്കും. പിന്നെ ഇതിൻ്റെ ടോക്സിസിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ജനറലി സേഫ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഓവർ കൺസ്യൂംഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും അലർജിക് റിയാക്ഷൻസും, അതായത് അലർജി ഉള്ളവർക്ക് അലർജിക് റിയാക്ഷൻസും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും പ്രഗ്നൻസിയിലുള്ളവരും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസോർഡേഴ്സ് ഉള്ളവരും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മഞ്ഞൾ പോലെ തന്നെ ഒരു 1 to 1.5 മീറ്റേഴ്സ് ഹൈറ്റ് വയ്ക്കുന്ന ഒരു ചെറിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീവ്സ് ആണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത് കാണാനായിട്ട്. വളരെ വലിയ, നമ്മുടെ കൈപ്പത്തിനേക്കായൊക്കെ വലിയ ഇലയാണ്. ലേസ് ഷേപ്ഡ് ലീവ്സ് ആണിത്. അതിൻ്റെ നടുക്കേക്കൂടെ തന്നെ നല്ലൊരു പർപ്പിൾ റെഡിഷ് ലൈൻസ് പോകുന്നുണ്ട്. അതും കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു റൈസോംസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു യെല്ലോയിഷ് വൈറ്റ് ആയിരിക്കും അതിൻ്റെ ഒരു റൈസോംസ് എന്ന് പറയുന്നത്, അതായത് മെഡിസിനൽ പ്രോപ്പർട്ടിയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. പിന്നെ പൂവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മുള്ളുകളുമായി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എറൗണ്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പെറ്റൽസ് ഉള്ള പൂവുകളാണ്. നല്ല നീണ്ട പൂവുകളാണ്. അത് തന്നെ റോസ് പിങ്ക് കളറിലാണ് ഇതിനുള്ളത്. അതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയ ചെറിയ മഞ്ഞ പൂവുകളും ചിലതിൽ കാണാം. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഒരു വാം ഹ്യൂമിഡ് ക്ലൈമറ്റിൽ വെൽ ഡ്രെയിൻഡ് സോയിലിൽ പാർഷ്യൽ ഷെയ്ഡോട് കൂടിയ ഏരിയാസിലാണ് ഏറ്റവും കൂടുതൽ ഇത് വളരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഹീലിംഗ് പ്രോപ്പർട്ടീസ് കാരണം ഇത് ആയുർവേദത്തിൽ കർപ്പൂരാതി വർഗ്ഗയിൽ ക്ലാസിഫൈ ചെയ്തേക്കുന്ന ഒന്നാണ്. അതുകൂടാതെ ട്രഡീഷണലി പാചകത്തിൽ ഒരു ചേരുവയായിട്ടും പിന്നെ റിച്വൽസിലും അതുപോലെ തന്നെ കോസ്മെറ്റിക്സിലും ഒക്കെ യൂസ് ചെയ്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. നമുക്ക് അത്യാവശ്യം ഷെയ്ഡുള്ള ഏരിയാസിലൊക്കെ നടാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ഇതൊരു മെഡിസിനൽ പ്രോപ്പർട്ടീസ് കൊണ്ട് ഇത് നമുക്ക് കുക്കിങ്ങിന് ഒരു ചേരുവയായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങളിത് ഗാർഡൻസിലൊക്കെ കൺസിഡർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.